ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് LL1 ഗ്രാമർ. ഓക്കെ, ഒരു പാഴ്സർ LL1 പാഴ്സർ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അല്ലെ. നമ്മൾ പ്രെഡിക്റ്റീവ് പാസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അത് LL1 ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ഈ LL1 ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? LL1 ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഗ്രാമേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രെഡിക്റ്റീവ് പാസറിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് LL1 ഗ്രാമറിന്റെ ഒരു പ്രത്യേകത. പ്രെഡിക്റ്റീവ് പാസറിനെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ഗ്രാമർ, നമ്മൾ ഗ്രാമറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്രാമർ G is equal to VTPS എന്നാണ് അല്ലെ. അപ്പോൾ ഒരു ഗ്രാമർ, അതായത് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, അത് LL1 ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? അതായത് അതിന്റെ പാസ് ടേബിൾ എടുത്ത് നോക്കിയാൽ അവിടെ മൾട്ടിപ്പിൾ എൻട്രീസ് കാണത്തില്ല. ഓക്കെ, അപ്പം ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ അവിടെ അത് LL1 ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന്റെ പാസ് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അവിടെ മൾട്ടിപ്പിൾ എൻട്രീസ് ഒരിക്കലും കാണത്തില്ല. അങ്ങനെയാണല്ലോ നമ്മൾ LL1 ഗ്രാമർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത് അല്ലെ. ഇനി LL1 എന്നുള്ളതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് LL1 എന്നാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ L റെപ്രസെന്റ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പാഴ്സർ എന്ന് പറയുന്നത് ഇൻപുട്ട് സ്ട്രിങ്ങിനെ സ്കാൻ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് L എന്ന് പറയുന്നത് എന്താണ്? സ്കാനിങ് ദ ഇൻപുട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റും. സെക്കൻഡ് L എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ലാസ്റ്റ് വൺ ഉണ്ടല്ലോ, ആ വണ്ണിനെ നമ്മൾ എന്താ പറയുന്നത്? വൺ സിമ്പിൾ ലുക്ക് ഹെഡ് എന്ന്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വൺ ടോക്കൺ ലുക്ക് ഹെഡ് എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു ഇൻപുട്ട് സിമ്പിളിനെ മാത്രമായിരിക്കും ലുക്ക് ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ വണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് LL1 എന്ന് പറയുന്നത്. LL1 ഫസ്റ്റ് L എന്ന് പറയുന്നത് സ്കാൻ ദ ഇൻപുട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റും. സെക്കൻഡ് L എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വൺ എന്ന് പറയുന്നത് വൺ ഇൻപുട്ട് സിമ്പിൾ ഓഫ് ലുക്ക് ഹെഡ്. ഓക്കെ, ഇനി നമ്മൾ ഈ LL1 ഗ്രാമറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അംബിഗ്വസ് ആയിട്ടുള്ള ഗ്രാമർ ഒന്നും കാണത്തില്ല. ഗ്രാമർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് അംബിഗ്വസ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ അംബിഗ്വസ് ആയിരിക്കും നമ്മുടെ ഗ്രാമർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് റിക്കർഷനും കാണത്തില്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. LL1 ഗ്രാമർ ആണെങ്കിൽ അവിടെ ഗ്രാമർ എന്ന് പറയുന്നത് നോൺ അംബിഗ്വസ് ആയിരിക്കും, അംബിഗ്വസ് ഗ്രാമർ ആയിരിക്കത്തില്ല. രണ്ടാമത് അവിടെ ലെഫ്റ്റ് റിക്കർഷനും കാണത്തില്ല, അതായത് നോട്ട് ലെഫ്റ്റ് റിക്കർസീവ് ആയിരിക്കും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഈ ഒരു പാസ് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഇവിടെ ഇതെന്ന് പറയുന്നത് LL1 ഗ്രാമർ അല്ല. ഓക്കെ, ഈ ഗ്രാമർ എന്ന് പറയുന്നത് LL1 ഗ്രാമർ അല്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്? അതായത് ഒരു സെല്ല് നോക്കിയാൽ ഒരു സെല്ലിൽ ഒന്നിൽ കൂടുതൽ എൻട്രി വരുവാണെങ്കിൽ അതൊരിക്കലും LL1 ഗ്രാമർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാനുണ്ട് S' ടെൻസ് ടു ESഉം S' ടെൻസ് ടു എപ്സിലോൺ എന്ന് പറയുന്ന ഈ രണ്ട് പ്രൊഡക്ഷൻസ് ഒരൊറ്റ സെല്ലിലാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ ഗ്രാമർ എന്ന് പറയുന്നത് LL1 ഗ്രാമർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എല്ലാ സെല്ലിലും, അതായത് ഇപ്പം എൻട്രീസ് വന്നിട്ടുള്ള സെല്ല് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ സിംഗിൾ പ്രൊഡക്ഷൻ റൂൾ മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ അവിടെ എന്തായിരിക്കും? അത് LL1 ഗ്രാമർ ആയിരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് LL1 ഗ്രാമർ അല്ല എന്ന് പറയാം. ഓക്കെ, കാരണം എന്താണ്? ഇത് കാരണമാണ് നമുക്ക് LL1 ഗ്രാമർ അല്ല എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാമർ എന്ന് പറയുന്നത് ദിസ് ഗ്രാമർ ഈസ് നോട്ട് LL1 ഗ്രാമർ. ഓക്കെ, സോ അപ്പൊ ഇതാണ് നമ്മുടെ LL1 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യാക്ക്. കേട്ടിട്ടുണ്ടോ യാക്ക്? അതായത് യാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെറ്റ് അനദർ കമ്പൈലർ എന്നാണ് വരുന്നത്. ഓക്കെ, യെറ്റ് അനദർ കമ്പൈലർ. ഓക്കെ, അപ്പൊ യാക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സിന്റാക്സ് അനലൈസർ അല്ലെങ്കിൽ പാഴ്സറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന ടൂളാണ് യാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സിന്റാക്സ് അനലൈസർ അല്ലെങ്കിൽ പാഴ്സറിനെ ക്രിയേറ്റ് ചെയ്യാം. ലെക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലെക്സിക്കൽ അനലൈസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ യാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സിന്റാക്സ് അനലൈസറിനെ അല്ലെങ്കിൽ പാഴ്സറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, CFG ആയിരിക്കും ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന പാസ് ട്രീ ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലെക്സും യാക്കും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇതിന്റെ പർപ്പസ് നോക്കിയാൽ യാക്കിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്റാക്സ് അനാലിസിസ്, അതായത് പാഴ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ലെക്സിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ലെക്സിക് അനാലിസിസ് അല്ലെങ്കിൽ ടോക്കണൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ,
ഇനി ഇൻപുട്ട് എന്ന് പറയുന്നപ്പോഴത്തേന് യാക്കിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആയിരിക്കും. ലെക്സിന്റെ നമുക്കറിയാം റെഗുലർ എക്സ്പ്രഷൻസ് ആയിരിക്കും ലെക്സിന്റെ വരുന്നത്. ഇനി ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുന്നത്? യാക്കിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സി കോഡ് ഫോർ എ പാഴ്സർ ആയിരിക്കും. ലെക്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? അവിടെയും കിട്ടുന്നത് സി കോഡ് തന്നെയാണ്, പക്ഷെ അത് ലെക്സറിന് വേണ്ടിയിട്ടുള്ള സി കോഡ് ആയിരിക്കും കിട്ടുന്നത്. യാക്കിന്റെ കേസിലാണെങ്കിൽ കിട്ടുന്ന സി കോഡ് എന്ന് പറഞ്ഞാൽ പാഴ്സറിന് വേണ്ടിയിട്ടുള്ള സി കോഡ്. അപ്പം യാക്ക് നമുക്ക് തരുന്നത് എന്താ? പാഴ്സറിനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യാക്ക് യെറ്റ് അനദർ കമ്പൈലർ എന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പാഴ്സറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെക്സ് എന്ന ടൂൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ലെക്സിക്കൽ അനലൈസറിനെ നമുക്ക് അല്ലെങ്കിൽ ലെക്സറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഈ യാക്ക് എന്ന് പറയുന്നത് ലെക്സിന്റെ കൂടാണ് വർക്ക് ചെയ്യുന്നത്, ലെക്സ് എന്ന് പറയുന്നത് യാക്കിന്റെ കൂടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് രണ്ടുപേരും ഹൈലി കപ്പിൾഡ് ആണ്. ഓക്കെ, അതായത് നമുക്ക് പറയാൻ പറ്റും, നമുക്കറിയാമല്ലോ ഇപ്പൊ ലെക്സിക്കൽ അനലൈസർ തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോക്കൺസ് ആണെന്ന് പറഞ്ഞു, സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ്. ഈ സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ് യാക്കിലേക്ക് പോകുന്നത്, അതായത് നമ്മുടെ സെക്കൻഡ് ഫേസിലേക്ക് പോകുന്നത്, സിൻടാക്സ് അനലൈസറിലേക്ക് പോകുന്നത് അല്ലെ. അപ്പം നമ്മുടെ സിൻടാക്സ് അനലൈസറിന്റെ അല്ലെങ്കിൽ പാഴ്സറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഫേസിനെയാണ്, അതായത് ലെക്സിക്കൽ അനാലിസിസ് ഫേസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് ഇവർ തമ്മിൽ എന്താ? ഹൈലി കപ്പിൾഡ് ആണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലെക്സും യാക്കും ഹൈലി കപ്പിൾഡ് ആണ്. അപ്പൊ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇപ്പം യാക്കിൽ ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലെക്സും കൂടെ ഉൾപ്പെടുത്തും. ലെക്സിൽ നമ്മൾ സോഴ്സ് കോഡ് എഴുതിയിട്ടാണ്, പിന്നെ അതിനുശേഷം യാക്കിൽ നമ്മൾ എഴുതിയിട്ടാണ് ഇതിനെ നമ്മൾ കമ്പൈൽ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ലെക്സറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ പാഴ്സറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ ഹൈലി കപ്പിൾഡ് ആണ് ലെക്സും യാക്കും. അപ്പൊ ലെക്സ് ഇല്ലാതെ യാക്കില്ല, യാക്കില്ലാതെ ലെക്സ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ലെക്സും യാക്കും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ യാക്കിന്റെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് യെറ്റ് അനദർ കമ്പൈലർ നമ്മുടെ യാക്കിന്റെ കേസ് നോക്കിയാൽ, ഓക്കെ, നമ്മൾ ഫയലിനെ എഴുതുന്നത്, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ലെക്സ് ഫയൽ ആദ്യം നമ്മൾ ലെക്സ് ഫയൽ വേണം എഴുതാൻ. ലെക്സ് ഫയൽ എങ്ങനെ എഴുതുന്നത്? ലെക്സർ ഡോട്ട് എൽ, അതായത് ലെക്സറിന് വരെ ഏത് നെയിം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഡോട്ട് എൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോട്ട് എൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ലെക്സ് ഫയലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ യാക്കിന്റെ ഫയൽ എഴുതുമ്പോൾ അതിനെ സേവ് ചെയ്യുന്നത് ഡോട്ട് വൈ വെച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്, ഡോട്ട് വൈ. ഓക്കെ, അപ്പം ലെക്സറിനെ നമ്മൾ ഡോട്ട് എൽ വെച്ചിട്ടും യാക്ക് ഫയലിനെ നമ്മൾ ഡോട്ട് വൈ, അതായത് ഒരു നെയിം, ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുക, എന്നിട്ട് ഡോട്ട് വൈ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആദ്യം ഫയൽ എഴുതി സേവ് ചെയ്യേണ്ടത്. സേവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലെക്സറും പാഴ്സറും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലെക്സറിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ലെക്സ് യൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യണം അല്ലെ. ലെക്സ് ഫയലിനെ കമ്പൈൽ ചെയ്യുന്നത് ലെക്സ്, പിന്നെ ലെക്സ് ഫയലിന്റെ നെയിം കൊടുക്കുക. യാക്കിനെ കമ്പൈൽ ചെയ്യുന്ന യാക്ക് -d, പിന്നെ ആ ഒരു യാക്ക് ഫയലിന്റെ പേരും കൂടെ കൊടുക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, രണ്ടിന്റെ സി ഫയൽ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സി ഫയൽ ഫോർമാറ്റിലായിരിക്കും രണ്ടിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ലെക്സറിന്റെ യാക്കിന്റെയും ഔട്ട്പുട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കമ്പൈൽ ചെയ്യുന്നത് എങ്ങനെയാണ്? GCC വെച്ചിട്ട് അല്ലെ. GCC ഈ ലെക്സ് ഡോട്ട് yy ഡോട്ട് സി എന്ന് പറയുന്നതാണ് നമ്മുടെ ലെക്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ ഫയൽ, ഈ ലെക്സർ എന്ന് പറഞ്ഞ ഈ ഫയലിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഇത്, ലെക്സ് ഡോട്ട് yy ഡോട്ട് സി. ഇനി നമുക്ക് ഈ യാക്കിന്റെ ഔട്ട്പുട്ട് ആണ് ഇത് എങ്ങനെ കിട്ടുന്നത്? y ഡോട്ട് ടാബ് ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട്, ഇതാണ് യാക്ക് ഔട്ട്പുട്ടിന്റെ, യാക്കിന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. യാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സി ഫയലാണ് ഇത്, സി ഫയലിന്റെ പേരാണിത്, y ഡോട്ട് ടാബ് ഡോട്ട് സി. ഇനി നമ്മൾ അതിന് ഡാഷോ പാഴ്സർ -ll, ഇത് എൽ ആണ്, 2 L ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡാഷ് LL എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ നമ്മൾ കമ്പൈൽ ചെയ്തു രണ്ടിനെയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാഴ്സറിനെയാണ് നമ്മൾ റൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതായത് നമ്മുടെ യാക്ക് ഫയലിനെ വേണം റൺ ചെയ്യാൻ. / ആ യാക്ക് ഫയലിന്റെ പേര് കൊടുക്കുക. ഇവിടെ പേര് കൊടുക്കുമ്പോൾ യാക്ക് ഫയലിന്റെ പേര് ഇവിടെ കൊടുക്കുമ്പോഴത്തേനും എന്താണ്? നമ്മൾ ഡോട്ട് വൈ ഇടാൻ പാടില്ല, അല്ലാതെ നമ്മൾ ജസ്റ്റ് / പാഴ്സർ എന്ന് കൊടുത്താൽ മതി. കാരണം ഈ കിട്ടിയ ഔട്ട്പുട്ട് ഫയൽ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിനെയാണ് നമ്മൾ റൺ ചെയ്യിപ്പിക്കുക. പാഴ്സർ എന്നുള്ളതിനെ, ഈ ഒരു ഔട്ട്പുട്ട് ഫയലിനെയാണ് നമ്മൾ ഇവിടെ റൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ യാക്ക് വെച്ചിട്ട് നമ്മൾ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ്, കുറച്ചും കൂടെ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ യാക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പം LL1 എന്താന്ന് മനസ്സിലായി കാണും, യാക്ക് എന്താന്ന് മനസ്സിലായി കാണും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ സെക്കൻഡ് ഫേസ് ആണ്. ഓക്കെ, സിൻടാക്സ് അനാലിസിസ് ഫേസ് ആണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.